ക്രിസ്തുമസ് തിരുവചന വെളിച്ചത്തിൽ. പ്രിയ കൂട്ടുകാരെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഇന്ന് നമുക്ക് കാലങ്ങളായി നമ്മുടെ മനസ്സിൽ പതിച്ചു വച്ചിരിക്കുന്ന പല ക്രിസ്മസ് കഥകളും അതിനോടനുബന്ധിച്ചുള്ള കഥാപാത്രങ്ങളും വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ ജനനവും ഒന്ന് തന്നെയാണോ എന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിച്ചാലോ? ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ ഒരു ചെറിയ പട്ടണമായ യഹൂദിയിലെ ഒരു ചെറിയ ഗ്രാമമായ ബേത്ലഹേമിലാണ് ലോകരക്ഷിതാവായ യേശു പിറക്കുന്നത്. പക്ഷേ യേശുവിന്റെ ജനനം ഒരു സാധാരണ ജനനം പോലെയുള്ളതായിരുന്നില്ല. അതിനു പിറകിൽ സർവശക്തനായ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. അതിലേക്ക് ചെറിയൊരു വെളിച്ചം വീശുവാനാണ് ഇന്നത്തെ ഈ കഥ. അതിന് നമുക്ക് മാനവ ചരിത്രത്തിന്റെ ആദ്യ പേജുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഭൂമിയിൽ തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ ഭൂമിക്കും താൻ സൃഷ്ടിച്ച സകല മറ്റ് സൃഷ്ടികൾക്കും അധികാരിയാക്കി വെച്ചു. പക്ഷേ ആദിമ മാതാപിതാക്കന്മാരായ ആദവും ഹവ്വയും പിശാചിന്റെ തന്ത്രത്തിൽപ്പെട്ട് ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. അങ്ങനെ മനുഷ്യൻ പാപിയായി. ദൈവം അവർക്ക് നൽകിയ മഹത്വത്തിന്റെ വസ്ത്രം അവർ നഷ്ടപ്പെടുത്തി. പാപമില്ലാത്ത ദൈവത്തിന് പാപം ചെയ്ത മനുഷ്യനോടുകൂടെ പഴയതുപോലെ വസിക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അവനെ പൂർണ്ണമായി തള്ളിക്കളയുവാൻ ദൈവം തയ്യാറായിരുന്നില്ല. സർവജ്ഞാനിയായ ദൈവം തന്റെ നീതിയിൽ അതിനൊരു പരിഹാരം കണ്ടെത്തി സമയവും നിശ്ചയിച്ചു. കാലത്തിന്റെ ചക്രം മുൻപോട്ട് തിരിഞ്ഞപ്പോൾ പാപിയായ മനുഷ്യർ തങ്ങളുടെ പാപങ്ങളിൽ അധികമായി രസിച്ചു. എങ്കിലും ചുരുക്കം ചിലർ ദൈവത്തോട് ചേർന്ന് നടന്നു. അതിൽ ചിലരായിരുന്നു ഹാനോക്കും നോഹയുമൊക്കെ. പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യരിൽ വാണിരുന്നു. തന്റെ ശത്രുവായ പിശാച് തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് കണ്ട് ദൈവം ആദ്യം അബ്രഹാം എന്ന മനുഷ്യനെയും പിന്നീട് അവനിലൂടെ ഇസ്രായേൽ എന്ന ജാതിയെയും തിരഞ്ഞെടുത്ത് തന്റെ മഹത്വത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. തന്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ കണ്ട് അവരുടെ ദൈവമാണ് സത്യദൈവം എന്ന് ഈ ലോകം അറിഞ്ഞ് അവർ തന്നിലേക്ക് മടങ്ങി വരണം എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ലോകവും ഇസ്രായേലും ഒരുപോലെ ഈ അദൃശ്യനായ ദൈവത്തെ മറന്ന് തങ്ങളുടെ കൈപ്പണിയായ ദൃശ്യമായ ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചു. കൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ നാൽക്കാലി ഇഴജാതി ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മഹാദയും ദീർഘക്ഷമയുമുള്ള ദൈവം താൻ മനുഷ്യവർഗത്തിന് കരുതി വച്ചിരുന്ന രക്ഷയെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. അവൻ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ഭാഗമായി അത് പ്രസ്താവിച്ചു. സങ്കീർത്തനങ്ങളായും പ്രവചന പുസ്തകങ്ങളായും തിരുവെഴുത്തുകളെ അവർക്ക് നൽകി. മോശയുടെ പുസ്തകങ്ങളിലും വരുവാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യാറില്ലല്ലോ. ഈ തിരുവെഴുത്തുകളിലൂടെയെല്ലാം ഇരുട്ടിന്റെയും മരണനിഴലിന്റെയും താഴ്വരയിലിരിക്കുന്ന മനുഷ്യനെ വിടുവിക്കാൻ ഒരു രക്ഷകൻ പിറക്കും എന്ന് അരുളി ചെയ്തു. പക്ഷേ ആ കുഞ്ഞ് തികച്ചും വ്യത്യസ്തനായിരുന്നു. അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, അത്യുന്നതന്റെ ശക്തിയാൽ കന്യക ഗർഭം ധരിച്ച് ജനിക്കും എന്ന് അരുളി ചെയ്തു. ആ കുഞ്ഞ് ജനിക്കുന്ന സ്ഥലവും വളരെ കൃത്യതയോടെ ദൈവം അറിയിച്ചു. അത് യഹൂദിയിലെ ബേത്ലഹേം ആയിരുന്നു. അങ്ങനെ ദൈവം തീരുമാനിച്ച സമയം തികഞ്ഞപ്പോൾ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ മറിയ എന്ന കന്യകയുടെ അടുത്ത് അയച്ചു. മറിയയാകട്ടെ ദാവീദിന്റെ കുലത്തിൽ പിറന്ന യോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ദൂതൻ വന്ന് അവളെ ദൈവത്തിന്റെ തീരുമാനത്തെ അറിയിച്ചു. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് തന്നെയാണെന്ന് അവൾ അറിഞ്ഞു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ പ്രതീക്ഷിച്ചിരുന്ന അവൾ ഒരു മടിയും കൂടാതെ ദൈവഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു.
വിവാഹത്തിനു മുമ്പ് മറിയ ഗർഭിണിയായതറിഞ്ഞ യോസഫ് അവളെ ആരുമറിയാതെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ വന്ന് അവനോട് സത്യാവസ്ഥ അറിയിച്ചു. അവൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ മറിയയെ ഭാര്യയായി ചേർത്തു. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണം എന്ന് ഔഗുസ്തോസ് കൈസരുടെ ഒരാജ്ഞ പുറപ്പെട്ടു. അതനുസരിച്ച് യോസഫ് താൻ ദാവീദ് കുലത്തിൽ ഉള്ളവനായതുകൊണ്ട് ഗർഭിണിയായ മറിയയെ കൂട്ടിക്കൊണ്ട് യഹൂദിയയിലെ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള സമയം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലം ലഭിക്കായകയാൽ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി. ആ ജനനത്തെക്കുറിച്ചുള്ള നല്ല വർത്തമാനത്തെ ഈ ലോകത്തോട് അറിയിക്കുവാൻ ദൈവം ആദ്യം നിയോഗിച്ചത് ആ സ്ഥലത്ത് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ താമസിച്ചിരുന്ന ഇടയന്മാരെയാണ്. കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് വന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെ ദൂതൻ അവരെ അറിയിച്ചു. ദൂതന്മാർ അവരെ വിട്ടു പോയപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നേരിൽ കണ്ടറിയുവാൻ തീരുമാനിച്ച് അവർ വേഗത്തിൽ എഴുന്നേറ്റ് ബേത്ലഹേമിലേക്ക് യാത്രയായി. അവർ ചെന്ന് അവരോട് പറഞ്ഞതുപോലെ തന്നെ പശുത്തൊട്ടിയിൽ കിടത്തിയ കുഞ്ഞിനെ കണ്ടു. അവർ തങ്ങൾക്കുണ്ടായ അനുഭവത്തെ അവരോട് അറിയിച്ചു. അത് കേട്ടവർക്കെല്ലാം വളരെ അതിശയമുണ്ടായി. യഹൂദന്റെ നിയമപ്രകാരം 8-ാം ദിവസം അവനെ പരിച്ഛേദന കഴിച്ച് ഗർഭത്തിൽ ഉൽപാദിക്കും മുമ്പ് ദൂതൻ പറഞ്ഞതുപോലെ യേശുവെന്ന് അവനെ പേർ വിളിച്ചു. അതിനെ തുടർന്ന് കടിഞ്ഞൂലായ ആൺകുഞ്ഞുങ്ങളൊക്കെ കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞതുപോലെ യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ അപ്പനും അമ്മയും അവനെ യെരുശലേമിലെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് വളരെ പ്രായം ചെന്നവരായ ശിമയോനും ഹന്ന എന്ന പ്രവാചകിയും യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ചു. അവനെ ലോകരക്ഷിതാവെന്ന് പ്രസിദ്ധമാക്കി. ആ കാലത്ത് യഹൂദ്യ ദേശം ഭരിച്ചിരുന്നത് ഹെരോദ രാജാവായിരുന്നു. ആ ഹെരോദാവിന്റെ അടുത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ ദൈവത്തിന്റെ നക്ഷത്രം കിഴക്ക് കണ്ടുവന്ന് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നന്വേഷിച്ചു. സ്വന്തം രാജസ്ഥാനത്തിന് ഭീഷണിയായി വേറൊരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് കേട്ട ഹെരോദാവ് ഭയന്നു. അവൻ വേഗത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. തിരുവചനത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള അവർ അത് യഹൂദിയിലെ ബേത്ലഹേമാണെന്ന് വെളിപ്പെടുത്തി. തുടർന്ന് ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം വെളിപ്പെട്ട സമയം ചോദിച്ചറിഞ്ഞ് അവരെ അങ്ങോട്ടയച്ചു. ശിശുവിനെ കണ്ടെത്തിയാൽ തന്നെയും വന്ന് അറിയിക്കാൻ പറഞ്ഞു. അവർ ചെന്ന് കുഞ്ഞിനെ കണ്ട് അവനെ നമസ്കരിച്ച് അവന് കാഴ്ചയും സമർപ്പിച്ചു. എന്നാൽ തിരിച്ച് ഹെരോദാവിന്റെ അടുത്ത് പോവരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ യഹൂദിയിൽ മാത്രമല്ല കിഴക്ക് ദേശത്തും ലോകരക്ഷിതാവായി യേശുവിന്റെ ജനനം പ്രസിദ്ധമായി. നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ പിറന്നത്. എന്നാൽ ദൈവം ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ലോകത്തിന് രക്ഷ സാധ്യമാകുമായിരുന്നോ? ഒരിക്കലുമില്ല. രക്തം ചിന്താതെ വിമോചനമില്ല എന്ന ദൈവവചനത്തിനനുസരിച്ച് കാൽവരിയിൽ സ്വന്തം രക്തത്തെ അവസാന തുള്ളി വരെയും ഒഴുക്കിയാണ് ആ രക്ഷ നമുക്ക് സാധ്യമാക്കി തന്നത്. ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ നാളുകളിൽ യേശുക്രിസ്തുവിനെ വർഷം തോറും പുൽത്തൊട്ടിയിൽ ജനിപ്പിക്കുന്നതിന് പകരം നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കാൻ ഒരവസരം നമുക്ക് നൽകിക്കൂടെ? ഇന്നത്തെ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാന ഇടം നേടിയിരിക്കുന്ന സാന്താക്ലോസും ക്രിസ്മസ് ട്രീയും എല്ലാം കാലത്തിന്റെ ഒഴുക്കിൽ വന്നു കയറിയ ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങളാണ്. സത്യത്തോട് ഒരു ബന്ധവുമില്ലാത്തതാണ് അതെല്ലാം.
വർഷം തോറും കുറച്ച് സമ്മാനപ്പൊതികളുമായി നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വരുന്ന സാന്താക്ലോസ് എന്ന സാങ്കല്പിക കഥാപാത്രത്തിന് വിശുദ്ധ വേദപുസ്തകത്തിലെ യേശുക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്ന സമ്മാനം ആ സ്വന്തം ജീവനെയാണ്. നമ്മെ പ്രാണൻ തന്ന് സ്നേഹിച്ച ദൈവത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഒരവസരം യേശുക്രിസ്തുവിന് നൽകുക എന്നതാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇപ്പോളാകുന്നു ആ സുപ്രസാദകാലം, ഇപ്പോളാകുന്നു ആ രക്ഷാദിവസം. അതുകൊണ്ട് അടുത്ത ക്രിസ്തുമസിനും സാന്താക്ലോസിനും വേണ്ടി കാത്തു നിൽക്കാതെ സത്യവചനത്തിനെതിരായുള്ള എല്ലാ വ്യർത്ഥ കാര്യങ്ങളെയും കിഴവി കഥകളെയും വിട്ട് ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം കഴിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.